ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുത്താറി വെച്ചിട്ട് മുത്താറി വിരകിയതാണ് കേട്ടോ. മുത്താറിയല്ല, മുത്താറി പൊടിയാണ്. മുത്താറി നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചിട്ടൊക്കെ വേണം. ഇത് ഞാൻ മുത്താറി പൊടി വാങ്ങിച്ചതാണ്, കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മുത്താറി പൊടിയില്ലേ, അത് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വിരകിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ബ്രെഡ് വയ്ക്കാനും ഒക്കത്തിനും നല്ലതാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിലല്ല, വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം രാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. പാക്കറ്റിലുള്ള രാഗിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് കലക്കിയെടുക്കാം. ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മുത്താറി പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. കട്ട പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കാം. അത് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. മറ്റേ നമ്മൾ ഒഴിക്കുമ്പോൾ അത് അടിയിൽ ഊറി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ്. ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, മധുരമൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നിർത്താതെ ഇളക്കി കൊടുക്കണം. അഴയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരും. അടുപ്പൊന്ന് സ്ലിം ആക്കിയിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മറ്റ് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ ഒരാണി ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കരയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊന്ന് അരിയിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ രാഗിയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കട്ടിയിൽ നിന്നോട്ടെ, നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കട്ടിയിൽ നിന്നോട്ടെ. അപ്പം ഒന്ന് ലൂസായി വരുമല്ലോ. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര പാനി അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ ആയി വന്നിട്ടുണ്ട്. ശർക്കര ഒന്ന് അരിച്ച ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അരിച്ചൊഴിച്ച് കൊടുത്തതാണ്. കല്ലോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ എത്രത്തോളം കൂടുതലിടുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ അത്യാവശ്യം തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ അതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.